ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും സൺഡേ ആയി വീഡിയോ ഇടുന്നത്. അതെ, എല്ലാ ദിവസവും സൺഡേ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റും. കാരണം അന്ന് മാത്രമേ ഇങ്ങനെ ഫുൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വിചാരിച്ചു നമുക്ക് നമ്മുടെ 2-3 ബോഗൺവില്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അതുപോലെ കുറച്ച് റോസാപ്പൂക്കളുടെ കുറച്ച് കളക്ഷനൊക്കെ. എൻ്റെ തല കാണുന്നില്ലല്ലോ അല്ലേ? കാണുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളിത് കണ്ടതിൻ്റെ ബട്ടർഫ്ലൈ. അങ്ങനെ ഫ്ലവറിൻ്റെ കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ ജലദോഷം നന്നായിട്ട് പണി തന്നിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ജലദോഷം നല്ല പണി തന്നിട്ടുണ്ട്. 2-3 രാവിലെ എൻ്റെ തുമ്മി എനിക്ക് വരുന്നു. നല്ലോണം തുമ്മലായിരുന്നു. മൂക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര സ്നീസിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് തുമ്മൽ ഭയങ്കര അലർജി ആയിരുന്നു. നല്ലോണം അലർജി ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, രാവിലെ എണീറ്റാത്തൊട്ട് എനിക്ക് തുമ്മലായിരുന്നു. ഒരിടയ്ക്കത് മാറിയതാണ്. പാനം തീർന്നില്ല, അതിനിടയ്ക്ക് തുമ്മലായിരുന്നു. അപ്പോൾ അതൊട്ട് ഇടയ്ക്ക് പോയത്. എനിക്ക് ഒരിടയ്ക്ക് സുഖം മാറിയായിരുന്നു. പക്ഷേ അത് പിന്നും അത് വന്നു തുടങ്ങി. രാവിലെ എണീക്കുമ്പോൾ ഒക്കെ കുറച്ച് നേരം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ചോദിച്ചു രാവിലെ എണീക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ ആയാലും ഇതിങ്ങനെ പൊടിയൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കൊച്ചിലൊക്കെ ചെറുതിലൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിരുന്നു തുമ്മലിൻ്റെ അതെന്ന് പറയുന്നത്. പിന്നെ ഒരിടയ്ക്ക് മാറിയതാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജ് കഴിഞ്ഞ ടൈമിലൊക്കെ അത് കുറച്ച് കുറഞ്ഞ് വന്നതായിരുന്നു. പിന്നെ ഇപ്പം അതെ പിന്നും അത് കൂടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം തണുപ്പിൻ്റെ ഇഷ്യൂ, തണുപ്പുള്ളത് കൊണ്ട് അത് കൂടും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, പൊടി അടിക്കുന്നത് കൊണ്ടായിരിക്കാം. പൊടിയുടെ ഇഷ്യൂ ഉണ്ട്. ഇവിടെ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വരുന്നത്. ഞാൻ പറയുന്നതിനിടയ്ക്ക് ചിലപ്പോൾ തുമ്മും, വേറൊന്നും തോന്നരുത്, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടികൾ കാണാൻ പോയാലും. ഞാനിപ്പോൾ റൂമിൽ നിന്നാട്ടോ എൻട്രോ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നടക്കുമ്പോൾ വെയിലായിരിക്കും, അതുമല്ല മുഖം ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അകത്ത് നിന്നെടുത്തിട്ട് ഒന്ന് പോവാമെന്ന്. അപ്പം അങ്ങനെ പോയാലോ? നമ്മൾ ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഫസ്റ്റ്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ മാവും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയല്ലോ ഫസ്റ്റ്. അപ്പോൾ എന്ന് പറയുമ്പോഴേക്കും അടുത്ത പിന്നെ വേറെ വരുന്നത് ഇതില്ല. ഇത് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് രാവിലെ വിശക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കുരുമുളകൊക്കെ മേളിലോട്ട് കയറ്റണമായിരുന്നു. കുറച്ച് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടെറസിൻ്റെ മേളിട്ട് വന്നേ. അപ്പം വന്നപ്പോഴത്തേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോവാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ദോശ ചുടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം രാത്രി തലേദിവസം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ. ലേശം ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു തവ മിനി എടുക്കുക, ഇങ്ങനെ നാക്കുക, നമ്മുടെ ദോശക്കല്ലോട്ടന്നിടുക, ഒന്നങ്ങനെ പരത്തുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കാണാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ. നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശയും ചമ്മന്തിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്ത് ആവേശം. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഗൺവില്ല കളക്ഷൻസ് കാണിക്കാനാട്ടോ. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഫ്ലവറാണ് ആദ്യം കണ്ടത്. ഒരു ഓറഞ്ചും ഒരു റോസും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. ആദ്യം നടന്ന സമയത്ത് ഒരു ഓറഞ്ച് കളറായിരുന്നു. ഇപ്പോൾ അതൊരു പിങ്ക് കളർ, റോസ് കളറിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബോഗൺവില്ല ഒരു ചെടിയെന്ന് കളർ എന്ന് പറയുന്നത്. ഇത് ഒരു പിങ്ക് കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
ഇത് വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ ഒരു ബോഗൺവില്ലയാണ്. പക്ഷേ അത് വലിയ പൂവിട്ടിട്ടില്ല, ചെറിയ കുഞ്ഞിതായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു വന്നിട്ട് ലൈറ്റ് പിങ്ക് കളർ അതുകൊണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ രസം എന്നാന്ന് വെച്ചാൽ ഇതിലെല്ലാം ചെറിയ കുഞ്ഞ് കമ്പിൽ നിന്നുണ്ടായതാട്ടോ ഇത്രയും ഒരു പൂക്കളെന്ന് പറയുന്നത്. അതായത് ചെറിയ വലിയ ചെടിയോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു കമ്പ് ഞങ്ങൾ ഒടിച്ച് കൊണ്ട് നട്ടതാട്ടോ, അതും ചെറിയ ചെടിച്ചട്ടിയിൽ. അപ്പോൾ അത് ഇത്രയും വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും അതിന് വളമായിട്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ വെള്ളവും ഒക്കെ നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടി. അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരു 6-7-8 മാസം അടുപ്പിച്ചവളായി. ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ റോസ കളക്ഷനിലേക്കാണ്. ഇതാണ് എൻ്റെ റോസാ ചെടികളെന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഈ റോസ എന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് പൂക്കൾ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ റോസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. റോസ് ഉണ്ട്, യെല്ലോ കളറ്. ഇപ്പോൾ ഇത് ഈ കാണിക്കുന്ന റോസ വന്നിട്ട് ഇതാദ്യം ഒരു ഓറഞ്ച്, ആദ്യം ഒരു യെല്ലോ കളറായിരിക്കും, പിന്നെ ഓറഞ്ച്, പിന്നെ ഒരു വൈറ്റ്, അങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റോസയുടെ. ഇതും അതുപോലെ കേട്ടോ. ഇതെന്ന് വെച്ചാൽ കൊലകുത്തി പൂക്കുന്ന പോലെ ശരിക്കും പോവുകയാണ് കേട്ടോ. പല പല കളർ, അതായത് ഓരോ ദിവസം കഴിയും തോറും വേറെ കളർ ഇങ്ങനെ വരുന്ന പോലെ തോന്നും കേട്ടോ. അത്രയ്ക്ക് രസമാണ് കാണാൻ. ഇത് വന്നിട്ട് നമ്മൾ വേറൊരു ചെടിയാണ്. പക്ഷേ ഇതിൽ മുട്ടിലെന്നാന്ന് വെച്ചാൽ കുഞ്ഞു പ്രാണികൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെടി ആദ്യം നശിച്ചു പോയതാട്ടോ. പിന്നെ ഞങ്ങൾ ഒരുവിധം മരുന്നൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. പിന്നും ഈ കുഞ്ഞു പ്രാണികൾ വന്ന് തുടങ്ങി. പിന്നും മരുന്നടിക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടുത്ത റോസാ ചെടി വന്നിട്ട് സെയിം യെല്ലോ പോലെ വരുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. വെച്ചാൽ ഒരു ഇതിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്ന റോസ കേട്ടോ. ഇത് വന്നിട്ട് ഒരു പിങ്കും അല്ല റെഡും അല്ലാത്തൊരു കളറിൽ വരുന്ന കേട്ടോ ഒരു റോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോസ് കളക്ഷൻ റോസാപ്പൂക്കളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ പോലെ കൊണ്ട് നടക്കുന്ന കേട്ടോ. അതായത് ഓരോ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ നോക്കും എന്നെ കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത്രയ്ക്കും ഞാൻ ജീവനായിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന റോസാ ചെടികളാട്ടോ. പിന്നെ ഞങ്ങൾ റോസയൊക്കെ കണ്ടു, പിന്നെ ബോഗൺവില്ല റോസൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചത് കപ്പ ദോശയും ചിക്കൻ കറിയാണ്. കപ്പ ദോശ എന്ന് പറയുമ്പോൾ അയ്യേ എന്നാക്കുന്നവരുണ്ട്. അയ്യേ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ കപ്പ എങ്ങനെയാണോ കഴിക്കുന്നത്, നമ്മുടെ കപ്പ വേവിച്ച് കഴിക്കത്തില്ല, അതേ സെയിം പോലെ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പ ദോശയായിട്ട് കഴിക്കുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കപ്പ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് ഇതിൽ കുഴഞ്ഞിരിക്കുന്ന പോലെ കഴിക്കാനായിട്ട് എനിക്കിഷ്ടം. പിന്നെ അല്ലാണ്ട് എനിക്ക് ദോശ കഴിക്കുന്നത് അതിനേക്കാളും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. പിന്നെ ഉച്ചത്തെ ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം നേരെ ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ പോയി. കാരണം എന്നാന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട്. ഇതാണ് മെയിൻ റീസൺ കേട്ടോ. ഒരു പൂച്ച പ്രസവിച്ച് കിടപ്പുണ്ട്. 2-3 ദിവസമായിട്ട് പൂച്ച പ്രസവിച്ചിട്ടിട്ട്. ഇതാണെങ്കിൽ ഞങ്ങൾ കാണുന്നതോറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. എനിക്കാണെങ്കിൽ പൂച്ചയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര കൊച്ചിലെ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിപ്പോഴും ഒത്തിരി പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂച്ചപ്രാന്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ പൂച്ച മുകളിൽ കിടക്കുമ്പോൾ ഞാൻ ഓരോ ദിവസം പോയി നോക്കലാട്ടോ എൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോയി നോക്കുന്നതനുസരിച്ച് ഇത് ഓരോ സ്ഥലമായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ നേരെ ടെറസിൻ്റെ മണ്ടയിലോട്ട് വന്ന് ഇതിനെ കാണാനായിട്ട്. എന്നെ നോക്കുന്നത് കണ്ടോ, പിന്നെ നീ കണ്ടുപിടിച്ചല്ലോടി എന്ന രീതിയിലാണ്. ടെറസിൻ്റെ മണ്ടയിൽ പോയിട്ട് പൂച്ചേനൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ മാങ്ങ വീണ് കിടക്കുന്നത് കണ്ടു കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് കുഞ്ഞായിട്ട് വലുതായിട്ടൊരു മാങ്ങ കേട്ടോ. ഒരുപാട് കണ്ണിമാങ്ങ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു മാവിൽ നിന്നാണ് ഇത്രയും മാങ്ങകളെല്ലാം കൊഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.